സിറിയയിൽ ആഭ്യന്തര കലാപമുണ്ടാക്കാൻ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ശ്രമിക്കുന്നുണ്ട് എന്ന് സിറിയയിൽ നിന്ന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് ഏറെക്കുറെ ശരിയാണ് എന്ന തരത്തിൽ അറബ് മാധ്യമങ്ങളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അവർ പറയുന്നു, നല്ലൊരു സാഹചര്യത്തിലേക്കും സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയുമല്ല സിറിയയുടെ രാഷ്ട്രീയ കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ലബനാനുമായി ഏറെക്കുറെ ഏകപക്ഷീയമായിരിക്കുന്ന വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം സിറിയ ഒരു കലാപ രൂക്ഷിത പ്രദേശമാക്കി മാറ്റാനുള്ള വലിയ ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. കൂടെ ഇസ്രായേൽ അതിന് സഹായിക്കുന്നുണ്ട്. ചില മീഡിയകൾ പറയുന്നു അത് ഇസ്രായേലാണ് നടത്തുന്നത്, അമേരിക്ക സഹകരിക്കുകയാണ് സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന തരത്തിലാണ് പറയുന്ന കാര്യം. ഇതാണ്, നേരിട്ട് കൊണ്ട് അമേരിക്ക സിറിയയുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നു. അതിനവർ പറയുന്ന കാര്യം, സിറിയയുടെ പ്രധാന നഗരങ്ങളിലൊന്നായ അലപ്പോ നഗരത്തിൽ തീവ്ര ഭീകര ഗ്രൂപ്പുകൾ സജീവമാണ്. അവരിൽ നിന്ന് വലിയ അക്രമങ്ങൾ ഇസ്രായേലിലേക്കോ അതല്ലെങ്കിൽ പുറത്തേക്കോ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ സിറിയയുടെ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന തരത്തിലൊരു ന്യായീകരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. മുൻപ് വലിയ രീതിയിൽ ആഭ്യന്തര കലാപങ്ങൾ നടന്നൊരു പ്രദേശമാണ് സിറിയ എന്ന് പറയുന്നത്. ആ കലാപങ്ങൾ വലിയ രീതിയിലുള്ള വില കൊടുത്തുകൊണ്ടാണ് അടിച്ചൊതുക്കിയത്. അതിൽ വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് റഷ്യ. റഷ്യയുടെ ശക്തമായിരിക്കുന്ന ഇടപെടലോട് കൂടിയിട്ടാണ് ആഭ്യന്തര കലാപങ്ങളൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷർ അൽ അസദിന് കഴിഞ്ഞത്. അദ്ദേഹം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും പ്രസിഡന്റ്. 2011 വർഷത്തിൽ, അതായത് മാർച്ച് 15, 2011 മാർച്ച് 15 കൂടിയാണ് ആഭ്യന്തര കലാപം ശക്തമായ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു പക്ഷത്ത് ബഷർ അൽ അസദിന്റെ സൈനിക വിഭാഗവും ജനങ്ങളും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. മറുപക്ഷത്ത് ജനാധിപത്യ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനം ഒരു കൂട്ടം ആളുകൾ. ഈ ആളുകളിലേക്ക് ആയുധങ്ങളും സംവിധാന സഹായങ്ങളും എല്ലാം അമേരിക്ക ചെയ്തു കൊടുത്തുകൊണ്ടാണ് അവിടെ രൂക്ഷമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ നീണ്ട വർഷങ്ങളോളം നടന്നത്. പറയുന്ന കാര്യം, കോങ്കോ വാറിന് ശേഷം ഇത്രയേറെ ആളുകൾ മരണപ്പെട്ട ഒരു യുദ്ധം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 4,70,000 മുതൽ 6,10,000 വരെ ആളുകളെങ്കിലും ഈ കലാപ രൂക്ഷിതമായിരിക്കുന്ന കാലഘട്ടത്തിൽ പരസ്പരം വെടികൊണ്ടോ സ്ഫോടനത്താലോ ആക്രമണത്താലോ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്ക്. യുദ്ധഭൂമിയിലുള്ള മരണസംഖ്യ ഒന്നും കൃത്യമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതായിരുന്നാലും പറയുന്നു, 2ാം ഘട്ട കോങ്കോ വാറിന് ശേഷം ഇത്രയേറെ ആളുകൾ കലാപവുമായി ബന്ധപ്പെട്ട ഒരു രാജ്യത്തിന്റെ അകത്തു നിന്ന് മരണപ്പെടുന്നത് ആദ്യമായിട്ടാണ്. സിറിയ എന്ന് പറയുന്ന രാജ്യം മറ്റൊരു രാജ്യമായി ഏറ്റുമുട്ടിയതല്ല, പകരം ആ രാജ്യത്തുണ്ടായിരുന്ന ആഭ്യന്തര കലാപമാണ്. IS പോലെയുള്ള തീവ്രവാദികൾക്ക് ഉദയം ചെയ്തത് അവിടെയാണ്. ഈ ഉദയം ചെയ്യാൻ വേണ്ടി സഹായിച്ചത് അമേരിക്കയാണ് എന്ന് പല അന്വേഷണത്തിലും പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം വിഭാഗം തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് തീവ്രത മുറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് അന്ന് തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. കാര്യമെന്ന് പറയുന്നത്, വളരെ പ്രധാനമായ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യത്തൊന്നും IS ഉണ്ടാവാറില്ല. രാജ്യത്തെന്തെങ്കിലും കലാപ വിഷയം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് IS ഉണ്ടാവുന്നത്. ഇറാഖിലുണ്ടായിരുന്നു, കാരണം അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലേക്ക് യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്തിയിരുന്നു, അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഇറാനിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് IS വലിയ ശ്രമം നടത്തി. ഇപ്പൊ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഫോടനം നടത്തി 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പറഞ്ഞു പിന്നിൽ IS ആണ് എന്നുള്ള കാര്യം. എന്നാൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന പാലസ്തീനിൽ IS ഇല്ല. കാര്യമെന്ന് പറയുന്നത്, അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമല്ല. ഒരു മുസ്ലിം വിഭാഗം ഒരുമിച്ചാണ് നിൽക്കുന്നത്, അവിടെ IS ഉണ്ടാവുകയില്ല. ആഭ്യന്തര വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് പല ഘട്ടങ്ങളിലും IS എന്ന് പറയുന്ന ഭീകര സംഘടന ഇടപെടാറുള്ളത് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പൊ പറയുന്ന അലപ്പോ എന്ന് പറയുന്ന ഭാഗങ്ങളിലും അമേരിക്കക്ക് സൈനിക മേഖലയുണ്ട്. സൈനിക കേന്ദ്രങ്ങളും സെന്ററുകളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവിശ്യ കേന്ദ്രങ്ങളെ പ്രത്യേകമായി ആക്രമിക്കുന്ന സംവിധാനങ്ങൾ ആ ഭാഗത്ത് സാധാരണഗതിയിൽ ഭീകരവാദികൾക്ക് ചെയ്യാറുണ്ട് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. അവരുടെ സൈനിക മേഖല പ്രവർത്തിക്കുന്നിടത്ത് തന്നെയാണ് ഈ പറയപ്പെടുന്ന ഭീകര സംവിധാനമുള്ളത് എന്നും അതിന്റെ കൂടെ പറയുന്ന കാര്യമാണ്. ഇപ്പൊ 2-3 ലക്ഷ്യങ്ങൾ ഈ കാര്യത്തില് പാശ്ചാത്യർക്ക് ഈ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്,
ഇസ്രായേലിനെതിരെയുള്ള റോൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇതിന് മുൻപ് പുറത്തുവിട്ടിരിക്കുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുക അത് പരമാവധി മുസ്ലിം രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്നുള്ളത് ഇതിന് മുൻപ് അവർ പ്രഖ്യാപിച്ചതാണ്. അതിൽ സിറിയ പ്രധാനമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന രാജ്യമാണ്. അവരുടെ ഗ്രേറ്റ് ഇസ്രായേലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സിറിയ കാണുന്നത്. ഗോലാൻ കുന്ന് പോലെയുള്ള പ്രദേശങ്ങൾ ഇതിനു മുൻപ് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് അവർ പിടിക്കപ്പെട്ടതാണ്. അതിനുശേഷം ബാക്കിയുള്ള പ്രദേശം കൂടി പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതാണ് ഇസ്രായേലിന് ഇതിനുള്ള വലിയ താല്പര്യം. ഇതോടനുബന്ധിച്ച് ഈ സിറിയയുടെ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായിരിക്കുന്ന ഒരു സൈനിക സംവിധാനം ഉണ്ടാവാതിരിക്കാൻ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, അതായത് ആക്രമങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം 4 പ്രാവശ്യമെങ്കിലും സിറിയയെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം സിറിയയുടെ എയർപോർട്ട് തകർത്ത വിഷയങ്ങളുണ്ടായിരുന്നു. മറ്റൊരു ഘട്ടത്തിൽ ഈ ലെബനാനിനെ കേന്ദ്രീകരിച്ച് സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരക്രമം വേറെ ഉണ്ടായിരുന്നു. പിന്നീട് ഇറാന്റെ കോൺസുലേറ്റ് തകർത്തതും സിറിയയിൽ വെച്ചായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതാണ് ഇസ്രായേലിന് സിറിയയെ ലക്ഷ്യമാക്കുന്നതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. പിന്നെ അമേരിക്കക്ക് ഇതിൽ മറ്റു റോളുണ്ട്. കാര്യം എന്ന് പറയുന്നത് സിറിയന്റെ മർമ്മപ്രധാനമായിരിക്കുന്ന നിലനിൽപ്പ് തന്നെ റഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. റഷ്യയാണ് പൂർണ്ണ സംരക്ഷണം നൽകുന്നത്. അപ്പോൾ ഉക്രൈനിലുള്ള റഷ്യയുടെ ഇടപെടൽ വല്ലാത്തിരുതി പ്രയാസം അമേരിക്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് തിരിച്ചടി സിറിയയിൽ നൽകുക എന്നുള്ളത് കൂടി അമേരിക്കയുടെ ലക്ഷ്യമാണ്. അപ്പൊ അമേരിക്ക അതിൽ ഇടപെട്ടുകൊണ്ട് സിറിയയിൽ അവിടെ ഭീകരവാദികളുണ്ട്, ഭീകര സംവിധാനങ്ങളുണ്ട്, അവിടെ അക്രമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നു. അതൊരു UN സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാസ്സാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറുള്ളതാണ്. അതാണ് ഒരു കാരണം പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സിറിയ എന്ന് പറയുന്ന അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള രാജ്യം അമേരിക്ക ഉദ്ദേശിക്കുന്ന തരത്തിൽ പരാജയപ്പെടുത്താൻ അമേരിക്കക്ക് സാധിക്കാത്തതിലുള്ള നിരാശ എല്ലാ കാലത്തും അമേരിക്കക്കുണ്ടായിരുന്നു. അൽഖ്വയ്ദ പെന്റഗൺ ആക്രമിച്ച ആ കാലഘട്ടത്തോടനുബന്ധിച്ച് 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് അമേരിക്ക പുറപ്പെടുവിച്ചതിൽ പ്രധാന രാജ്യങ്ങളിലൊന്ന് സിറിയ ആയിരുന്നു. നമുക്കറിയാം, അതിൽ ഇറാഖ്, ലിബിയ, സുഡാൻ, ഈജിപ്ത് ഈ രാജ്യങ്ങളെല്ലാം ഇറാഖിൽ സദ്ദാം ഹുസൈന്റെ ഭരണത്തെ അട്ടിമറിച്ചു, അദ്ദേഹത്തെ പിടികൂടി തൂക്കിലേറ്റി. ലിബിയയിൽ കേണൽ ഗദ്ദാഫിയെ വെടിവെച്ചു കൊന്നു. അങ്ങനെ അവിടെ ഭരണം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാറ്റി. സുഡാനിൽ മുഹമ്മദ് ബഷീർ ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി അവിടെ പുതിയ ഒരു സൈനിക സംവിധാനം ഉണ്ടാക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുകയും ആ രാജ്യത്തെ തെക്ക് സുഡാനെന്നും വടക്ക് സുഡാനെന്നും പറഞ്ഞുകൊണ്ട് വിഭജിച്ച് 2 രാജ്യമാക്കുകയും ചെയ്തു. ഇപ്പോഴും അവിടെ ആധികാരിക സൈനികരും ഗ്രൂപ്പ് സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് സാധാരണ സംഭവം പോലെ നടക്കുകയാണ്. അവിടെ ഇപ്പോഴും സമാധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് വന്നത് ഈജിപ്താണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഹുസ്നി മുബാറക് ആയിരുന്നു 38ഓളം വർഷം, ഏകദേശം 40 വർഷത്തോളം ഭരണം നടത്തിയത്. ഭരണം അട്ടിമറിച്ചു. പിന്നീട് അവിടെ ഒരു ഭരണക്രമം കൊണ്ടുവന്നു. അതിനെതിരെ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. ജനാധിപത്യം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി പോയി ഇപ്പോൾ സിസി എന്ന് പറയുന്ന ആളാണ് പ്രസിഡന്റായിട്ട് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹം അമേരിക്കയുടെ നോമിനിയാണ് എന്ന് പറയപ്പെടുന്നു. ഈ 4 രാജ്യങ്ങളും അവരുദ്ദേശിക്കുന്ന തരത്തിലായി. പിന്നെ 10 രാജ്യങ്ങളോളം ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം, അതിലിപ്പോൾ ഇറാനും കൊറിയ എന്ന് പറയുന്ന 1-2 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി 8 രാജ്യങ്ങളിലും വലിയ രീതിയിൽ ഇടപെടാൻ വേണ്ടി പറ്റി. പക്ഷെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി സിറിയയിൽ സാധിക്കാത്തതിന്റെ നിരാശ അമേരിക്കക്കുണ്ടായിരുന്നു. അപ്പൊ 2011 ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. 2006 സദ്ദാം ഹുസൈനെ കൊല്ലപ്പെട്ടതിന് ശേഷം അല്ലെ തൂക്കിലേറ്റതിന് ശേഷം പിന്നീട് അവര് കേന്ദ്രീകരിച്ച ഭാഗങ്ങളിൽ ഒന്ന് ലിബിയ ആയിരുന്നു, പിന്നീട് സിറിയ ആയിരുന്നു. ഈ മേഖലയിലാണ് വലിയ രീതിയിലുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഭരണ സംവിധാനത്തിനെതിരെ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഭരണത്തിനെതിരെ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ നൽകി അവിടുത്തെ സർക്കാർ സേനക്കെതിരെ യുദ്ധം നടത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളത്. ഇവിടെയും ചെയ്ത പ്രവൃത്തി അങ്ങനെയാണ്. പക്ഷെ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. വലിയ രീതിയിലുള്ള ഇടപെടലുകൾ റഷ്യ നടത്തി. റഷ്യയോടൊപ്പം ഇറാനും ചേർന്നു. അങ്ങനെ സംയുക്തമായ രീതിയിൽ അവിടെ കലാപം ഉണ്ടാക്കിയ ആളുകളെ അല്ലെങ്കിൽ വിഭാഗത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ബഷർ അൽ അസദിന്റെ ഭരണം തന്നെ തുടരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. ആ കടപ്പാടും ആ ബന്ധവും ഇപ്പോഴും സിറിയക്ക് ഇറാനോടും റഷ്യയോടും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോ
ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്, സിറിയ വഴി ലെബനാനിലേക്കും ഗാസയിലേക്കും ഹൂത്തികളിലേക്കും ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട്. അത് എത്തിക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ വലിയ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആയുധങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറാന്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ വഴിയാണ് ഗാസയിലേക്ക് എത്തുന്നത്. അത് അവർ കൃത്യമായ രീതിയിൽ അവർ ഹമാസിനെ കുറിച്ച് പറയുന്നു, അതേപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുള്ളയെ കുറിച്ച് പറയുന്നു, യമനിലെ ഹൂത്തികളെ കുറിച്ച് പറയുന്നു. ഇത്തരം മിലീഷ്യ വിഭാഗത്തിന്റെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ സിറിയ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ സിറിയയിലെ സൈനിക കമാൻഡറുടെ പോസ്റ്റിൽപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായം ഇതിന്റെ ഇടയിൽ ഇസ്രായേൽ പറഞ്ഞതാണ്. ഇത് ശരിയാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഔദ്യോഗിക റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ഏതായിരുന്നാലും സിറിയയെ ഒതുക്കി കഴിഞ്ഞാൽ ഇസ്രായേലിലേക്കുള്ള വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാര്യങ്ങളാണ് ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നത്. ഒതുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ ഒരുക്കാൻ സംവിധാനമുള്ള രാജ്യമാണ് സിറിയ. പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവാറുമുണ്ട്. അവരൊതുക്കി കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസം ഇസ്രായേലിന് കിട്ടും. ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉക്രൈനിൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഉക്രൈനിൽ കുറച്ചെങ്കിലും യുദ്ധത്തിനൊരു നിയന്ത്രണം കിട്ടണമെങ്കിൽ സിറിയ ആക്രമിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ആ സമയത്ത് ആ വിഷയത്തിൽ അവരെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ റഷ്യ ഇടപെടുമ്പോൾ അവർക്ക് അവിടെയും ഇവിടെയും ഒരേ സമയത്ത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഉക്രൈന് ഉദ്ദേശിക്കുന്ന തരത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ അമേരിക്കക്ക് സാധിക്കും എന്ന് അവർ കണക്കൂട്ടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ട് രാജ്യങ്ങളിൽ അകത്തുള്ള വിഷയങ്ങളൊന്നുമല്ല അന്താരാഷ്ട്ര മേഖലയിലൊക്കെ അല്ലെങ്കിൽ വലിയ ലോക രാഷ്ട്രങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവരുടെ നിലനിൽപ്പും അവർക്ക് ഇതിലുണ്ടാകുന്ന ബെനിഫിറ്റും എന്തൊക്കെയാണോ അതിനാശ്രയിച്ചാണ്. അപ്പൊ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നിന്നുകൊണ്ട് ഒരു യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പൊ സിറിയയിൽ മാത്രമല്ല, ലെബനാനിൽ മാത്രമല്ല, പാലസ്തീനിൽ മാത്രമല്ല, സർവ്വ മേഖലയിലും അവരുടെ ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വലിയ ഇടപെടലുകൾ പല ഘട്ടങ്ങളിൽ അവർ നടത്താറുണ്ട്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ പറയുന്ന കാര്യം സിറിയയിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതും അതിന്റെ സംവിധാനങ്ങളൊക്കെ അലപ്പോ എന്ന് പറയുന്ന നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദികളുടെ അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം അമേരിക്ക ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇസ്രായേൽ അതിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഗൗരവം അല്ലെങ്കിൽ ഇതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.